ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എറിഞ്ഞത് കൊള്ളേണ്ട അടുത്ത് തന്നെ കൊണ്ടു. ജീവ സാറ് പ്രശ്നം ഉണ്ടാക്കില്ല സാർ. ഉണ്ടാക്കട്ടെ. തകർന്ന് വീഴുന്നതിന് മുമ്പ് അവൻ കാണിക്കേണ്ടതായ സകല ആവേശങ്ങളും കാണിക്കട്ടെ. ഹലോ അനന്ത. ഹരി, 5 മിനിറ്റിനുള്ളിൽ ന്യൂസ് സ്റ്റാർട്ട് ചെയ്യും. അനന്തിനിപ്പോ എവിടെയാ? ഞാൻ എല്ലാവരും ഒന്ന് കോർഡിനേറ്റ് ചെയ്തോണ്ടിരിക്കുക. സാധാരണ ഇത്തരം വാർത്തകൾ കുറെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒറ്റ രാത്രി കൊണ്ട് ചിലരൊക്കെ മറുകണ്ഠം ചാടാറുണ്ട്. പക്ഷേ JR-ന്റെ കാര്യത്തിൽ അതൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാവരും സ്റ്റേണ. പക്ഷെ വിശ്വസിക്കണ്ട അനന്ത, പണം ചെറിയൊരു കാര്യമല്ല. അയ്യേ, പണം തോൽക്കുന്ന നിമിഷം ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. താൽക്കാലികമായി ചിലപ്പോ പണം നമ്മളെ കീഴടക്കിയേക്കാം, ഒന്നും അല്ലാതാക്കി കളയും. പക്ഷേ ശാശ്വതമായിട്ട് സത്യം മാത്രമേ ജയിക്കൂ. താൻ TV ഒന്നും ചെയ്തേ. JR-നെ ജീവനോട് ദഹിപ്പിക്കാനുള്ള ചടങ്ങുകള് തുടങ്ങാൻ പോവാ. ബ്രേക്കിംഗ് ന്യൂസ്. രണ്ട് ദിവസമായി വാർത്താമാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്ന JR എന്ന കോർപ്പറേറ്റ് കമ്പനിയെക്കുറിച്ച് ആക്ഷേപ പ്രവാഹമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും അധികാരികൾക്കും മുന്നിൽ ബാധിക്കപ്പെട്ടവർ ക്യൂ നിൽക്കുകയാണ്. കേവലം 6 മാസം കൊണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരാൾ JR എന്ന സ്ഥാപനത്തിന്റെ അധിപനായതിനു പിന്നിൽ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കാണോ അതോ വേറെ എന്തെങ്കിലും സിദ്ധിയാണോ എന്ന് ജനം സംശയിക്കുന്നു. ഒരു കാര്യമുറപ്പ്, കർഷകരുടെ നടുവൊടിച്ച് അവരുടെ കിടപ്പാടം പോലും ഇല്ലാതാക്കാൻ വന്ന JR എന്ന കോർപ്പറേറ്റ് സ്ഥാപന MD-ക്കെതിരെ രൂക്ഷവും അതിശക്തമായ നടപടികൾക്ക് തന്നെയാവും ഗവൺമെന്റിന്റെ നിർദ്ദേശം. അതുമായി ബന്ധപ്പെട്ട് JR-ന്റെ ആസ്തി, JR-ന്റെ ബിസിനസ് ശൃംഖലകളുടെ വലിപ്പം, JR-ന്റെ അധികാരത്തിന്റെ പങ്ക് പറ്റിയത് എന്നിങ്ങനെയുള്ള വിവിധ ചോദ്യങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ ഉത്തരം കണ്ടെത്തിയേ പറ്റൂ. JR-ന്റെ കമ്പനിയുടെ നിക്ഷേപകർ ആര്, നിക്ഷേപത്തിന്റെ സ്വഭാവം എന്ത് തുടങ്ങിയ 100 ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർന്നു വരികയാണ്. മുമ്പിലുള്ളവരുടെയൊക്കെ കണ്ണു മൂടി കെട്ടുമ്പോ ചിലരുടെയൊക്കെ ധാരണ ദൈവവും കണ്ണടച്ചിരിക്കുകയാണെന്ന്. പക്ഷെ ദൈവത്തിന്റെ കണ്ണുകൾ ആർക്കും മൂടിക്കെട്ടാനാവില്ല. അത് തുറന്നു തന്നെ ഇരിക്കും. ശരവണ, കടയിൽ പോയി സാധനങ്ങൾ വാങ്ങണം. കൂട്ടത്തില് മധുരമുള്ള എന്തെങ്കിലും വാങ്ങിച്ചോ. ഒരു നല്ല വാർത്ത കേട്ടാലേ മധുരം കഴിക്കുന്നത് നല്ലതാ. മക്കള് വലിയ സാമ്രാജ്യം കെട്ടിപ്പൊക്കുമ്പോ ചില മാതാപിതാക്കൾ അതിന്റെ പേരിൽ അഹങ്കരിക്കും. ഒരന്വേഷണം വന്നാൽ അപ്പോ അറിയാം കൊന്നതാണോ കൊള്ളയടിച്ചതാണോ എന്നൊക്കെ. ഇതിന്റെ പേരില് ആരോടും ബഹളത്തിന് നിൽക്കരുത്. പാവങ്ങളെ ദ്രോഹിക്കരുത്. ആരോട് ശത്രുത കാണിക്കരുത്. സാർ, ഞാൻ പറഞ്ഞില്ലേ ശരവണ, എറിഞ്ഞത് കൊള്ളേണ്ട അടുത്ത് തന്നെ കൊണ്ടു. ജീവ സാറ് പ്രശ്നം ഉണ്ടാക്കില്ല സാർ. ഉണ്ടാക്കട്ടെ. തകർന്ന് വീഴുന്നതിന് മുമ്പ് അവൻ കാണിക്കേണ്ടതായ സകല ആവേശങ്ങളും കാണിക്കട്ടെ. വീഴ്ച ഉറപ്പായി, അതില് ഒരു സംശയമില്ല.
സൂചനയാണോ അതോ ഈ പ്രതിഷേധങ്ങൾ മുഴുവൻ മറികടന്ന് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അങ്ങനെ മക്കളെ, ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പണി തേടുകയാണ് ഏറ്റല്ലോടാ. മാധ്യമ ലോകവും ഇനി പെട്ടെന്ന് കടന്നിൽ ഒരു കൂടെ സിനിമ ഇളകും പോലെ കോടി JR ആയ ഗ്രൂപ്പ് JR ഇളകും എങ്ങനെ ഉറപ്പാ. ഈ പണം സമ്പാദിച്ചു? ജനരോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ സാമ്പത്തിക അത് തണുപ്പിക്കാനൊന്നും JR-നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ വേറെയും അത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഏജൻസിക്ക് മുന്നിലും എന്നാണാവോ അവസാനം? എടാ കടന്നൽ വന്ന് ഒടിഞ്ഞു തൂങ്ങിയ കയ്യും വെച്ച് ഇതിനകത്തിരുന്നിട്ട് നീ എനിക്കെതിരെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ? TV-യിൽ ന്യൂസ് കാണിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചവരോട് പോയി പറയണം. അല്ലാതെ ഇവിടെ കയറി ഒന്നും ബഹളമൊന്നും ഉണ്ടാക്കാൻ പറ്റുകയല്ല. അടങ്ങ് കാർന്നോരെ. ഞാൻ ബഹളം വെച്ചോ? ശബ്ദം ഉയർത്തിയോ? അതില്ല. ഹരി, എന്താ നിന്റെ ഉദ്ദേശം? എടാ, എന്റെ കാൽച്ചൂട്ടിൽ കിടന്ന നിനക്കൊക്കെ ഒന്ന് ശ്വാസം വിടാൻ വേണ്ടി എന്റെ തള്ളവിരലൊന്ന് ഉയർത്തിയപ്പോ, പെടഞ്ഞിരുന്ന ജീവൻ തിരിച്ചു കിട്ടിയപ്പോ നീ എന്നെ അങ്ങ് കരുതിയോടാ? സമ്പാദ്യങ്ങൾ നേർവഴിക്കാണെങ്കിൽ, സഞ്ചരിക്കുന്ന പാത നേരെയാണെങ്കിൽ നിനക്ക് പേടിക്കേണ്ട കാര്യം എന്താ? അതല്ലെങ്കിൽ പേടിക്കണം. ഇല്ലെങ്കിൽ ഈ നാട്ടിലെ കള്ളന്മാരും കൊള്ളക്കാരും പേടിക്കുന്നത് പോലെ പേടിക്കേണ്ടി വരും. ഓക്കെ ഓക്കെ ഹരി, ഹരിക്ക് വേണമെങ്കിൽ ഞാനൊരു ചാൻസ് തരാം. എല്ലാം ഇവിടെ വെച്ച് നിർത്താം. ഇനി അതല്ല തുടരാനാണ് ഉദ്ദേശമെങ്കിൽ നിനക്ക് ചിലപ്പോ പ്രിയപ്പെട്ടതൊക്കെ നഷ്ടപ്പെടും. എടാ, ഈ ചെറുക്കന്റെ കാര്യം നീ ആരെയും പേടിപ്പിക്കുന്നേ? ചെയ്യാവുന്നതൊക്കെ നീ ചെയ്തില്ലേ? അന്ന് CI എടുക്കാൻ വെച്ചിരുന്ന കേസൊക്കെ നീ അങ്ങ് കൊണ്ടുപോയി കൊടുത്തില്ലേ? എന്നിട്ടോ? അതെ, അതിനി വരെയാണെങ്കിൽ തന്നെ ഞങ്ങൾ നേരിടേണ്ട രീതി നേരിട്ടോളാം. JR-ന്റെ വരവ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് എന്നെയും കർഷക സംഘത്തിനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പൊ CIയുടെ കയ്യിലിരിക്കുന്ന കേസുമായിട്ട് നീ മുന്നോട്ട് പോയാ നിന്റെ തനിനിറം വെളിപ്പെടുത്തിയതിന്റെ വൈരാഗ്യമായിട്ടേ എല്ലാവർക്കും തോന്നും. എന്താ, അന്ന് എന്റെ പേരിൽ കേസെടുപ്പിക്കാത്തതിന്റെ കുറ്റബോധം തോന്നുന്നുണ്ടോ? നീ ചെന്ന് നിന്റെ സ്വന്തം സാമ്രാജ്യം സംരക്ഷിക്കാൻ നോക്ക്. ഈ നിമിഷം തീർക്കുന്നത് കാണണോ നിനക്ക്? കാണണോ? മധുര നൊമ്പരക്കാറ്റ്